വരയിടം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പറമ്പിൽ നിന്ന് കിട്ടിയൊരു ചിരട്ടയാണ്, മുഴുവനായിട്ടുള്ളതാണ്. അത് കഴുകി ഫംഗിസൈഡൊക്കെ മുക്കിയെടുത്തു. അതുപോലെ ബെഡിൻ്റെ ചകിരിയാണ്. ബെഡിൻ്റെ ചകിരി ആണ് അത് ഒന്ന് കവർ ചെയ്ത് ചുറ്റി കൊടുക്കുന്നത്. ബെഡിൻ്റെ ചകിരി ആയതുകൊണ്ട് അതേ പശയൊക്കെ കാണും, കെമിക്കലൊക്കെ കാണും. പിന്നെ ചകിരിയുടെ കറയും പോകണം. അതുകൊണ്ട് ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ച് എടുത്തതാണ്. അതുപോലെ ഫംഗിസൈഡിൽ മുക്കിയെടുത്തതാണ്. എന്നിട്ട് അതിനെ ഒരു ബോളായിട്ട് കെട്ടിയെടുത്തു. നൂലിട്ട് അത് ചിരട്ടയുടെ ചുറ്റും കെട്ടിയെടുത്തു. ചിരട്ടയൊന്ന് ഒരു ചരടിട്ട് അല്ലെങ്കിൽ ഒരു കമ്പിയിട്ട് കെട്ടിത്തൂക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ചിരട്ടയുടെ കണ്ണ് വരുന്ന ഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലായിടം ചകിരി പൊതിഞ്ഞെടുത്ത് അതിന് ശേഷം അതിൽ ഫംഗിസൈഡ് ഒന്നുകൂടെ സ്പ്രേ ചെയ്തു. അപ്പോൾ ഇനി അത് നടാൻ പോകുന്ന ഓർക്കിഡ് എനിക്കത് ഒരു കമ്പിൽ നിന്ന് ഒത്തിരി തൈ കിട്ടിയതാണ്. പക്ഷേ അത് മഴ വന്നത് ഒരു ചെറിയ പ്രശ്നമായിപ്പോയി. അത് കണ്ട ആ ചുവട് ചേർന്ന് ഒടിഞ്ഞത് കമ്പാണ്. തെങ്ങ കെട്ടിയിരുന്നത് കൊണ്ട് തന്നെത്താൻ ഒടിഞ്ഞു വീണതാണ്. പക്ഷേ സാധാരണ നമ്മൾ കിളിർപ്പിക്കാനൊക്കെ വെക്കുകയാണെങ്കിൽ 1-2 തയ്യേ കിളുത്ത് കിട്ടുള്ളൂ. ഇത് ചുവടേന്ന് നിന്ന് വേർപെടാതെ അങ്ങനെ തന്നെ ഇരുന്നത് കൊണ്ട് അതിൽ ഓരോ മൊട്ട് ഭാഗത്തും തൈ വന്നിരിക്കുകയാണ്. പിന്നെ ഈ തുടർച്ചയായിട്ട് മഴ പെയ്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് നാൾ ഫംഗിസൈഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫംഗിസൈഡും അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് കുറച്ച് ചീയാൻ തുടങ്ങി. അതുകൊണ്ട് അതെടുത്ത് ആ കമ്പ് കട്ട് ചെയ്തെടുത്ത് ചിരട്ടയിൽ കൂടെ വളച്ച് വെച്ച് കെട്ടണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കണ്ടോ, അവിടെ ചൂടൊക്കെ ചെയ്യാൻ തുടങ്ങി ആ മഴ കാരണം. എന്നിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഫംഗിസൈഡ് തേച്ച് എടുക്കുവാണ്. അതിൽ നിന്ന് 1-2 തയ്യേ കിട്ടത്തുള്ളൂ. പക്ഷേ എല്ലാ തൈയും കിളുത്ത് വന്നതാണ്. ഇനി ഞാനത് കട്ട് ചെയ്തു. അഴുക്ക് മുഴുവൻ കളഞ്ഞ് ആ ഭാഗത്തോട്ട് ഫംഗിസൈഡ് തേച്ചെടുത്തു. അവിടെ മാത്രമല്ല ചീക്കൽ പറ്റിയത്, പിന്നെ വന്ന തൈകളൊക്കെ ചീഞ്ഞു പോയി. ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് പറ്റിയതല്ല. അതെല്ലാ തൈയുമായിട്ട് കിട്ടിയേനെ. അത് ആ ചിരട്ടയ്ക്ക് വളച്ച് ചെയ്യായിരുന്നു. ഇത് വേറെ ഒരു ചട്ടിയിലെ ഓർക്കിഡ് ഞാനത് ചൂടൊന്ന് ചെത്തി ഫംഗിസൈഡ് ഇട്ട് വെച്ചതാണ് തൈകൾ ആകാനായിട്ട്. ഇങ്ങനെ തൈ ആക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൈകൾ കിട്ടും. അത് മാറ്റി നട്ടില്ലെങ്കിലും അവിടെ തന്നെ നിന്ന് പൂക്കളും തരുതര വരും. അതുകൊണ്ട് കമ്പായിട്ട് മുറിച്ച് മാറ്റിക്കൊണ്ട് വെക്കുന്നതിലും നല്ലതിതാണ്. അത് കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ തേച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വളരാനുള്ള മരുന്നുകൾ സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്താൽ കൂടുതൽ തൈയും അതേ നിന്ന് വരും. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാനത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ തൈകളെല്ലാം അതേ നൂല് വെച്ച് കെട്ടി. ഇപ്പം ഞാനത് ഒരു ചെടിച്ചട്ടിയുടെ മുകളിലായിട്ട് ഒരു ചരടൂടെ കെട്ടി ഒരു ചെടിച്ചട്ടിയെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതാ കുളത്തിന് കോഴിക്കാർപ്പ് കിടക്കുന്ന ഒരു കുളത്തിന് മുകളിലായിട്ടാണ്. പിന്നെ നല്ല തണൽ കിട്ടും. നേരിട്ടുള്ള വെയിലൊന്നും അടിക്കുകയില്ല. കുറച്ച് ഫംഗിസൈഡ് കൂടി എക്സ്ട്രാ സ്പ്രേ ചെയ്തു. ഈ രീതിയിൽ ചെയ്ത് സക്സസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.